ഹായ് ഹലോ, അൻവിത് ഡ്രീംവേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മധുരമുള്ളൊരു പലഹാരം തയ്യാറാക്കാം, വയണയില വെച്ചിട്ട്. വയണയിലെന്ന് തന്നെ ഇവിടൊക്കെ പറയുന്നത്. വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് താഴെ കേട്ടോ. ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ആവശ്യത്തിന് റവ, ശർക്കര, തേങ്ങ, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ശർക്കര നന്നായിട്ടൊന്ന് ചീവി എടുക്കണേ, കട്ടയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിളുണ്ടാക്കണം വയണയില വെച്ചിട്ട്. കുമ്പിളുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വയണയില എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈർക്കിലെടുത്ത് ഒന്ന് കുത്തി കൊടുക്കണം. കാര്യം സിമ്പിളാട്ടോ. അന്നേരം നന്നായിട്ട് കുമ്പിളൊക്കെ കുത്തി ഒരു 15 എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്ത റവയൊന്നും അല്ല, നോർമൽ റവ തന്നെ. മധുരത്തിന് ആവശ്യമായിട്ട് ചീകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ശർക്കരയിൽ ഒരു ജലാംശം ഉള്ളതുകൊണ്ട് വെള്ളം അത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയേ. ഇതേപോലെ ഒന്ന് തളിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ വെള്ളം. ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് റെസിപ്പിയുടെ ചേരുവകൾ. ഇനി നമുക്ക് നമ്മുടെ വയണയിലേക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗോളം മതി. അതിനുശേഷം ഇത് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ആവിയിൽ ഇതേപോലെ വേവിക്കാൻ വേണ്ടിയിട്ട് കുമ്പിളിലാക്കി നിറച്ച് വയ്ക്കുന്നുണ്ട്. ഓരോന്നാക്കി ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വച്ചു കൊടുക്കാം. ഒരു 15 എണ്ണം നമ്മുടെ കുമ്പിള് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വച്ചു കൊടുക്കാമേ. ചരിഞ്ഞു പോവാതെ എല്ലാം ഒന്ന് നൂന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ശർക്കരയുടെ നീര് താഴോട്ടിറങ്ങി ആകെ കുളമാവും. അതിന് നന്നായിട്ട് ഇതേപോലെ അടുക്കി വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം ആവി വരുന്നിട വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വയണയിലയുടെ. മറക്കാതെ ഈ 3 ഇൻഗ്രീഡിയൻസും വയണയിലയും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടിലൻ ടേസ്റ്റാണേ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അൻവിത് ഡ്രീം വേൾഡ്.